ഹലോ ഫ്രണ്ട്സ്, മാതൃമച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സൂര്യന്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പം ബർത്ത്ഡേയോടനുബന്ധിച്ച് നമ്മുടെ സൂര്യന്റെ അടുത്ത പടമായിട്ടുള്ള കറുപ്പിന്റെ ടീസർ നാളെ രാവിലെ 10 മണിക്ക് ഇറങ്ങുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ട്. ഒരു കിഡിലെ ഒരു പോസ്റ്റർ, അതായത് ആ സിനിമയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു തമിഴ് ഒരു ഡിവോഷണൽ ഫീൽ ഉണ്ട്. അത് നമ്മുടെ കറുപ്പ് സാമി അല്ലെ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഒരു പക്ക ഒരു തമിഴ് കൊമേഴ്ഷ്യൽ മൂവിയാണെന്നുള്ള മാസ് കൊമേഴ്ഷ്യൽ മൂവിയാണെന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് തന്ന രീതിയിലുള്ള ഒരു പോസ്റ്ററാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ടൊരു സൂപ്പർ കിട്ടില്ല ലുക്ക്. ഫസ്റ്റ് എന്തായാലും നമുക്ക് നാളെ രാവിലെ 10 മണിക്ക് ടീസർ ഇറങ്ങും. അപ്പം ടീസർ എന്തായാലും കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. നമുക്കറിയാം ഇപ്പം സൂര്യയുടെ കങ്കു ഇറങ്ങി, റെട്രോ ഇറങ്ങിയപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ അത് പ്രതീക്ഷയ്ക്കത്ത് ഒരു വിജയം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും കറുപ്പിലൂടെ പുള്ളി തിരിച്ചു വരും, അല്ലെങ്കിൽ ഒരു കിഡിലെ ഒരു കംബാക്ക് കൊടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും നാളെ ടീസർ കണ്ടിട്ട് ബാക്കി നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് ഇത്ര നാളത്തെ എല്ലാം വിട്ടിട്ട് പുതിയൊരു ട്രാക്കിലോട്ട് സൂര്യ വന്നു എന്നുള്ളൊരു ഇതെനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും ഒരു കിഡിലൻ ടീസർ ആയിരിക്കും എന്നുള്ളൊരു നല്ലൊരു പവർഫുൾ പേരും നല്ലൊരു പവർഫുൾ ലുക്കുമാണ് ഈ ഒരു പോസ്റ്ററിലൂടെ എനിക്ക് കാണാൻ സാധിച്ചത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നമ്മൾ ആദ്യം കറുപ്പ് എന്ന് കേട്ടപ്പോൾ ഒരു എന്തായാലും ഒരു തമിഴ് പടമാകുമ്പോൾ ഒരു ഇതൊക്കെ തോന്നി. അപ്പം പിന്നീട് അതൊരു ഭയങ്കര ഒരു പവർഫുൾ നെയിമാണ്. നമ്മൾ തമിഴ് ഇത് വെച്ച് നോക്കിയാൽ നല്ലൊരു പവർഫുൾ നെയിമാണ് കറുപ്പ്. നമുക്ക് കറുപ്പ് എന്ന് പറയുമ്പോൾ കളർ എന്നുള്ളൊരു ഇതാണ്. പക്ഷെ അവരുടെ ഇതിൽ ദൈവം ആ ഒരു ഡിവോഷണൽ ഒരു ഇതുണ്ട്. ഇപ്പം ഈ പോസ്റ്റർ കണ്ടപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ലുക്കിൽ ഒരു ചുരുട്ടൊക്കെ കെട്ടിച്ച് ഒരു വീട്ടിലെ ലുക്കിലാണ് സൂര്യ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ ടീസർ ഇറങ്ങുവാണ്. അപ്പോൾ എന്തായാലും അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ സൂര്യ. അപ്പോൾ എന്തായാലും ഒരു കിഡിലൻ ടീസർ ആയിരിക്കട്ടെ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കൂടുതൽ മൂവി അപ്ഡേറ്റ്സ്, റിവ്യൂസ്, റിയാക്ഷൻസ് ഒക്കെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.